സാമ്പത്തിക ദിശാബോധം നൽകി പരിമിതികൾക്കുള്ളിൽ നിന്ന് വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ്. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റാൻ മിഷൻ സമുദ്ര 400 കോടി മാറ്റിവെക്കും. 10,000-ഓളം MSME സംരംഭങ്ങൾ സംസ്ഥാനത്തെ ഏവിയേഷൻ ഹബ്ബാക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ ഉൾപ്പെടുത്തി സാമ്പത്തിക ഇടനാഴി. 10 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്കും വീര്യം കുറഞ്ഞ മദ്യത്തിനും വില കൂടും. ആരോഗ്യമേഖലയ്ക്ക് കരുതൽ. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സമഗ്ര കവറേജ്. 2 പുതിയ മെഡിക്കൽ കോളേജുകൾ കൂടി. ഭൂമിയുടെ ന്യായവില പുനഃപരിശോധിക്കും. പുതിയ ജില്ലാ രൂപീകരണം പഠിക്കാൻ കമ്മീഷൻ. കിഫ്ബിക്ക് വിദഗ്ധ സമിതി. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞുവെന്ന് പിണറായി വിജയൻ. പ്രഖ്യാപനം കടലാസിലൊതുങ്ങുമെന്ന് BJP. കാർഷിക പരമ്പരാഗത മേഖലകൾക്ക് താങ്ങായി ബജറ്റ്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം. ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയാക്കി. എല്ലാ തീരദേശവാസികൾക്കും പട്ടയം. തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസന പദ്ധതി പ്രഖ്യാപിച്ച് ബജറ്റ്. ഗുരുവായൂർ, ശബരിമല, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ വികസിപ്പിക്കും. മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ, അർത്തുങ്കൽ ബസിലിക്ക ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി. മാസപ്പടി കേസിൽ വീണ വിജയന്റെ ബാങ്ക് ലോക്കറിൽ ED പരിശോധന. തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നത് ചോദ്യം ചെയ്യലിന് പിന്നാലെ. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ് സ്ഥാനത്ത് നാടകീയ നീക്കങ്ങൾ. കസേരയ്ക്കായി തർക്കം. കോടതി വിധിയുമായി എത്തിയ മുൻ DHS ഡോക്ടർ റീനയ്ക്ക് കസേര വിട്ടു നൽകാതെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മീനാക്ഷി. ജനകീയ പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശൻ സർക്കാരിന്റെ കന്നി ബജറ്റ്. തീരദേശ മേഖലയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻഗണന നൽകുന്നതാണ് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. കരയിലും കടലിലും വികസനത്തിനായി മിഷൻ സമുദ്ര പദ്ധതി പ്രഖ്യാപിച്ചു. 400 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കേരളത്തെ പോർട്ട് സിറ്റിയാക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ റെയിൽ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കും. സമുദ്ര പാരമ്പര്യം വിളിച്ചോതുന്ന അന്താരാഷ്ട്ര മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തെ ഒരു പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്ത് റോഡ്, സമുദ്രം, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ, ഗ്രീൻഫീൽഡ് സിറ്റി എന്നിവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാരിടൈം സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളത്തെ മാറ്റും. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എന്നീ പദ്ധതികൾക്കായുള്ള സ്ഥലമേറ്റെടുക്കലും നിർമ്മാണ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടപ്പിലാക്കും. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾക്ക് ചുറ്റും നിർമ്മാണ മേഖലകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ, ഡ്രൈ പോർട്ട് എന്നിവ ആരംഭിക്കും. ആഗോള ഷിപ്പിംഗ് വ്യവസായം ഹരിത ഇന്ധനങ്ങളിലേക്ക് മാറിയ അവസരം പ്രയോജനപ്പെടുത്തി ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ ഉയർത്തും. മദർഷിപ്പ് നിർമ്മാണം, അവയുടെ അറ്റകുറ്റപ്പണി എന്നിവ ലക്ഷ്യമാക്കി കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കും. ഇതിനായി ആവശ്യമായ സ്ഥലമേറ്റെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പാക്കും. ഇത്തരത്തിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളിൽ തീരപ്രദേശത്ത് ജീവിക്കുന്ന സാധാരണക്കാർക്ക് സംവരണം നൽകും. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ യാഥാർത്ഥ്യമാകും. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതാണ് പദ്ധതി. പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി ബജറ്റിൽ 10 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തി. തിരുവനന്തപുരത്തും ഹരിപ്പാടുമായി 2 മെഡിക്കൽ കോളേജുകളും തുടങ്ങും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും
വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമാണ്. ഇതിന്റെ പ്രാരംഭ ചെലവുകൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. കിഫ്ബി പൂർണ്ണമായും പൊളിച്ചു പണിയുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. കിഫ്ബിയുടെ നിലവിലെ ഘടന പഠിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കും. കേരളത്തിന്റെ തനത് വരുമാനം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ താഴെയാണെന്നും അതുകൊണ്ട് തന്നെ കിഫ്ബി പോലുള്ള പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിന്റെ ബാധ്യതയും ധവളപത്ര പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിന്റെ ബാധ്യതയും ഈ സർക്കാരിന്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിന്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസന പദ്ധതി പ്രഖ്യാപിച്ച ബജറ്റ് ഗുരുവായൂർ, ശബരിമല, കൊട്ടിയൂർ, തിരുവല്ലം ക്ഷേത്രങ്ങൾ വികസിപ്പിക്കും. മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ, ആർത്തുങ്കൽ ബസലിക്ക എന്നിവ ഉൾപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയും പ്രഖ്യാപിച്ചു. ആർത്തുങ്കൽ ബസലിക്ക, അമ്പലപ്പുഴ ക്ഷേത്രം, കാക്കളം പള്ളി, മണ്ണാർശാല, കൃഷ്ണപുരം കൊട്ടാരം, മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിറ ക്ഷേത്രം തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതി നടപ്പിലാക്കും. സാർ, ദേവസ്വം വികസന പ്രവർത്തനങ്ങൾ ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങൾ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഈ ക്ഷേത്രങ്ങൾ തിരുപ്പതി മോഡലിൽ വികസിപ്പിച്ച് ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ക്ഷേത്രങ്ങളോട് ചേർന്നുള്ള കാവുകളും കുളങ്ങളും നവീകരിക്കുന്നതിനായി 5 കോടി രൂപ വകയിരുത്തുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രതിവർഷം നൽകേണ്ട ആനുവിറ്റി വിഹിതം നൽകുന്നതിന് 5 കോടി രൂപ വകയിരുത്തുന്നു. മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും കൂടുതൽ അധികാരം നൽകുന്നതിനും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് സമാനമാക്കുന്നതിനും നടപടി സ്വീകരിക്കും. ഇതര ദേവസ്വം ബോർഡുകളെ പോലെ അവർക്ക് വേണ്ടി ചട്ടങ്ങൾ. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായാണ് വി ഡി സതീശൻ സർക്കാർ കന്നി ബജറ്റ് അവതരിപ്പിച്ചത്. വികസനത്തിനും സാമൂഹ്യക്ഷേമത്തിനും ആരോഗ്യമേഖലയ്ക്കും വിദ്യാഭ്യാസത്തിനുമൊക്കെ പ്രഥമ പരിഗണന നൽകുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടികൾക്കും തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾക്കും തുടക്കമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി എല്ലാ മേഖലകളും തൊട്ടുതലോടിയുള്ള ബജറ്റ്, അങ്ങനെയല്ലേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? അങ്ങനെ ഒരു ബജറ്റ് തന്നെയാണ്. അതായത് തികച്ചും ഒരു റിയലിസ്റ്റിക് ആയ ഒരു ബജറ്റ് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നു. സംസ്ഥാന 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. വി ഡി സതീശൻ, മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ തന്നെയാണ് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ബജറ്റ്. കന്നി ബജറ്റാണ് വി ഡി സതീശൻ സർക്കാരിൻ്റേത്. മാത്രവുമല്ല, വലിയ രീതിയിലുള്ള ഒരു ധവളപത്രം, കടക്കണിയിലാണ്, പൂർണ്ണമായും സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ് കേരളമെന്ന് ഉയർത്തിക്കാട്ടുന്ന ധവളപത്രം പുറത്തിറക്കി. ആ ധവളപത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടൊരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉറപ്പായും സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ സംസ്ഥാനം വലിയ രീതിയിലുള്ള പരാധീനതകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കാവുന്ന ഒരു ബജറ്റ് എന്നതിനെ പറയേണ്ടി വരുന്നു. മാത്രമല്ല, ഇതൊരു ജനകീയ ജനക്ഷേമ പദ്ധതികളൊക്കെ തന്നെയും പ്രഖ്യാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയും നിലവിലെ ഒരു സാഹചര്യം, സാമ്പത്തിക സാഹചര്യം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ നൽകുന്ന വികസന പദ്ധതികൾ, ഇത് രണ്ടും ഒരുപോലെ ഊന്നൽ നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ്. ഇതിൽ ഏറ്റവും ആകർഷകമാകുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിൽ ഉമ്മൻചാണ്ടിയുടെ 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്ന ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി നടപ്പാക്കുന്നു. അതോടൊപ്പം തന്നെയും എല്ലാ മേഖലകളിലും താഴെത്തട്ടുള്ള മേഖലകൾക്കൊക്കെ തന്നെ കൈത്താങ്ങാവുന്നു. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ ഈ റബ്ബർ കർഷകരുടെ താങ്ങുവില, റബ്ബറിന്റെ താങ്ങുവില 200-ൽ നിന്ന് 250 ആക്കി ഉയർത്തുന്നു. മത്സ്യമേഖലയിൽ തന്നെയും മണ്ണെണ്ണയുടെ സബ്സിഡി ഉയർത്തുന്നു.
അടക്കമുള്ള താഴെത്തട്ടിലെ അടിസ്ഥാന വർഗത്തെ മുഴുവൻ കൈത്താങ്ങാങ്ങി ഉയർത്തുന്ന, അതായത് ഇന്ദിരാ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഏറെക്കുറയും നടപ്പാക്കുന്ന, അതിൽ ഏറ്റവും ആകർഷകമായ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് വി.ഡി. സതീശൻ സർക്കാർ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇതിന് വ്യാവസായിക മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരു ചലനം ഉണ്ടാക്കുന്ന, അതൊരു വിപ്ലവം എന്നതിനപ്പുറത്തേക്ക് ചലനം ഉണ്ടാക്കുന്ന നിരവധി പദ്ധതികൾ, അത് ഏറ്റവും പ്രധാനമാകുന്നത് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് തുറമുഖ വകുപ്പ്. അതുകൊണ്ട് തന്നെ അതിൽ ഊന്നി നിന്നുകൊണ്ടുള്ള വികസനമാണ് കേരളത്തിൽ അദ്ദേഹം നടപ്പാക്കുന്നത്. വീണ്ടും തുറമുഖ പദ്ധതി, അതിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ തുറമുഖ മിഷനായി, അതായത് ഒരു മാരിടൈം പോളിസി കേരളത്തിൽ നടപ്പാക്കുന്നു, തുറമുഖ മിഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയുള്ള പദ്ധതികളൊക്കെ തന്നെയും നടപ്പാക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കുന്നു, ഒരു മാരിടൈം പോളിസി കൊണ്ടുവരുന്നതിനപ്പുറത്തേക്ക് കോറിഡോറുകൾ, അതായത് ദക്ഷിണ കേരളത്തെ ബന്ധിപ്പിക്കുന്ന കോറിഡോറുകൾ കൊണ്ടുവരുന്നപ്പോൾ ഈ രീതിയിൽ നിക്ഷേപകരെ ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു. നിക്ഷേപകരെ ആകർഷിക്കുമ്പോൾ അതിലൊരു സ്വകാര്യവൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം ലക്ഷ്യമിടുന്ന തരത്തിലുള്ള വ്യവസായ വികസനമോ അല്ലെങ്കിൽ വ്യവസായ നിക്ഷേപവുമാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് എന്ന് സൂചന നൽകുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുന്നു. കാരണം ഈ പദ്ധതികളൊക്കെ തന്നെ നടപ്പാക്കണമെങ്കിൽ കേരളത്തിന് ആവശ്യമായ നിക്ഷേപം ഉണ്ടായേ പറ്റുകയുള്ളൂ. നിലവിൽ കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ ഭാരമൊന്നും തന്നെ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ഒരു സ്വാഭാവികമായ ഒരു പുതുമോടിയുള്ള ഒരു സർക്കാരിന് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അത് റിയലിസ്റ്റിക് ആയ ഒരു ബജറ്റാണ്. അതിൽ നിലവിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കൊക്കെ കൃത്യമായ രീതിയിൽ ഊന്നൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ വികസന പദ്ധതികൾക്ക് സ്പേസ് കണ്ടെത്തുന്നുണ്ട്. വികസന പദ്ധതികൾക്ക് സ്പേസ് കണ്ടെത്തുമ്പോൾ അതിനെങ്ങനെയാണ് നിക്ഷേപം എന്നതിനൊരു സൂചന നൽകുന്നതാണ്. സ്വകാര്യ പങ്കാളിത്തത്തെ ആകർഷിക്കുന്ന രീതിയിൽ അത് മുഖ്യമന്ത്രി ബജറ്റിൽ ആമുഖമായി പറയുന്നുണ്ട്. മാരിടൈം പോളിസി കൊണ്ടുവരുമ്പോൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സ്വകാര്യ നിക്ഷേപ ഒരു മാരിടൈം പോളിസി കൊണ്ടുവരുന്നു. ഇപ്പോൾ എല്ലാ രീതിയിലും വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകുന്നു. വരാനിരിക്കുന്ന 5 വർഷത്തെ ഭരണം സംബന്ധിച്ച് ഒരു സാമ്പത്തിക ദിശാബോധമടക്കം എന്തൊക്കെ പ്രവർത്തികൾ, നടപടികളൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സാമ്പത്തിക ദിശാബോധം നൽകുന്ന ബജറ്റെന്ന് ഭരണപക്ഷം പറയുമ്പോൾ നിശ്ചിത വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തുകയാണ്. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞുവെന്നും കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിൽ കാണുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറയുന്നു. സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കമാണ് ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത്. മുൻ പ്രഖ്യാപനത്തിനുള്ള പല പദ്ധതികളും പേരുമാറ്റി ഉപയോഗിച്ചു. കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചത് കണ്ടില്ലെന്ന് നടിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വലിയ തോതിലുള്ള സാമ്പത്തിക അപകടാവസ്ഥ എന്ന വാദത്തെ നിരാകരിക്കുക മാത്രമല്ല, അതൊരു രാഷ്ട്രീയമായ ആക്ഷേപം മാത്രമാണ് എന്ന് സമ്മതിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 6300 കോടിയിലധികം രൂപയുടെ നീക്കിബാക്കി നിലനിർത്തിക്കൊണ്ടാണ് LDF സർക്കാർ ഭരണത്തിൽ നടന്നത്. ജനങ്ങൾക്കായി കൂടുതൽ ആശ്വാസ നടപടികൾ ഇതുപയോഗിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. അതോടൊപ്പം തന്നെ നാടിന് കൂടുതൽ വികസന നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അടിത്തറയായിട്ടും ഇത് ഉപയോഗിക്കാമായിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ജനക്ഷേമത്തിൻ്റെ കാര്യത്തിലും നാടിൻ്റെ വികസന കാര്യത്തിലും നല്ലതുപോലെ പിൻവാങ്ങൽ ഉണ്ടാകുന്നു എന്നതാണ് ബജറ്റിനെ വിമർശിച്ച ബി.ജെ.പിയും ബജറ്റിൽ ഒരു നയമാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് ബി.ജെ.പി എം.എൽ.എമാർ. സ്വപ്ന പദ്ധതികളുണ്ട്, പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടില്ല എന്നും പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുമെന്നും ബി.ജെ.പി എം.എൽ.എമാർ വിമർശിച്ചു. രോഗികൾക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മറ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതി. 2ാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങും എന്ന് പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. പനി പിടിച്ച മനുഷ്യർ മുഴുവൻ നിലത്ത് കിടക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സൗകര്യങ്ങളില്ല. അതിനു വേണ്ടിയിട്ട് രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ടി വരുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല. കത്തിപ്പോയ ICU വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറ്റിയിട്ട് ഇടപെടും. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിലവിലുള്ള മെഡിക്കൽ കോളേജിലെ സ്ഥിതി. ആ സ്ഥിതിയിൽ മാറ്റം വരുത്താതെ 2ാമത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിൽ എന്ത് ഈ പ്രഖ്യാപനത്തിൽ അർത്ഥമുണ്ട്?
കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന പ്രഖ്യാപനത്തോടെ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വലിയ പ്രതീക്ഷയും വിശ്വാസവും ആശ്വാസവും പകരുന്ന പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മണ്ണെണ്ണ സബ്സിഡി വർധനവ് മുതൽ ഭവന പദ്ധതി, സുരക്ഷാ സംവിധാനങ്ങൾ, പട്ടയ വിതരണം എന്നിവ വരെ ഉൾക്കൊള്ളുന്ന പ്രഖ്യാപനങ്ങളിലൂടെ തീരദേശ മേഖലയുടെ സമഗ്ര വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾക്കുള്ള മണ്ണെണ്ണ സബ്സിഡി ലിറ്ററിന് 75 രൂപയായി ഉയർത്തിയതാണ് ഏറ്റവും പ്രധാന പ്രഖ്യാപനം. ഇന്ധന ചെലവിന്റെ ഭാരം കുറയ്ക്കുന്ന ഈ തീരുമാനം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ സാമ്പത്തിക ആശ്വാസമാകും. വർഷങ്ങളായി തീരദേശത്ത് താമസിച്ചിട്ടും പട്ടയം ലഭിക്കാത്ത കുടുംബങ്ങളുടെ പ്രശ്നത്തിനും ബജറ്റിൽ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. പട്ടയമില്ലാത്ത എല്ലാ തീരദേശവാസികൾക്കും പട്ടയം നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ അവർക്കായി പ്രത്യേക ഭവന പദ്ധതിയും നടപ്പിലാക്കും. സുരക്ഷിതവും മെച്ചപ്പെട്ടതുമായ താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതിയാണിത്. കടലിൽ ജോലി ചെയ്യുന്നതിനിടെ അപകടത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കാൻ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതിയും പരിഷ്കരിച്ചിട്ടുണ്ട്. അപകടങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഇരയാകുന്ന കുടുംബങ്ങൾക്ക് ഇത് കൂടുതൽ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. വനിതകൾക്ക് മത്സ്യവിപണനത്തിന് ഷീ സ്കൂട്ടറുകളും അനുവദിക്കും. തീരദേശ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി കൂടുതൽ മറൈൻ ബോട്ടുകൾ വാങ്ങുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തി. കൂടാതെ നിരവധി അപകടങ്ങൾക്ക് കാരണമായ മുതലപ്പൊഴിയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനും പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഉപജീവന സുരക്ഷ, ഭവന സുരക്ഷ, സാമൂഹിക സുരക്ഷ, തീരദേശ വികസനം എന്നിവയ്ക്ക് ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളിലൂടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വലിയ പിന്തുണ നൽകുന്നതാണ് ഇത്തവണത്തെ ബജറ്റെന്നാണ് വിലയിരുത്തൽ. തീരദേശ ജനതയുടെ ദീർഘകാല ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പ്രായോഗികമായി എത്ര വേഗത്തിൽ നടപ്പാക്കുമെന്നതാണ് ഇനി മത്സ്യത്തൊഴിലാളികൾ ഉറ്റുനോക്കുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. സർക്കാരിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ 50% നികുതി കുറയ്ക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നും ഓൾ കേരള ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. KSRTC പ്രിയദർശിനി സർവീസ് കാരണം സ്വകാര്യ ബസ്സുകൾക്ക് 1000 മുതൽ 6000 രൂപയുടെ വരെ നഷ്ടം ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാം. KSRTCക്ക് നൽകുന്നതുപോലെ സർക്കാർ തുക നൽകിയാൽ മതിയെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ മാസത്തോടുകൂടി ബസ്സുകൾ നിർത്തേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സർവകലാശാലകളെ കൂടി കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാതിരിക്കാനും പുറത്തു നിന്നുള്ള കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയ ഒരു ഹയർ എഡ്യൂക്കേഷൻ സ്കീമാണ്. ആരോഗ്യകാര്യത്തിൽ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആരോഗ്യകാര്യത്തിൽ കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാക്കി മാറ്റാനുള്ള കാര്യങ്ങളുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുരംഗത്തും ഗവേഷണത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാക്കി കേരളം മാറണം. പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വരണം, ചികിത്സയ്ക്കായി ഇവിടെ ആളുകൾ എത്തണം തുടങ്ങിയ വലിയ പരിപാടികളാണ് ചെയ്തിരിക്കുന്നത്. സർക്കാരിന് മേലുള്ള ബാധ്യത കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി കമ്പനിയുടെയും ഉൾപ്പെടെ 87,012 കോടി രൂപ നിലനിൽക്കുമ്പോഴാണ് ഇത്തരം വലിയ പദ്ധതികൾക്ക് നമുക്ക് തുടക്കമിടാൻ കഴിയുന്നത് എന്നത് വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സദേൺ കേരള ഇക്കണോമിക് കോറിഡോർ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അത് സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിനും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും അത് സാധ്യമാകും. അതുപോലെ ഇൻവെസ്റ്റ് കേരളം സെൽ, നമുക്ക് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംരംഭങ്ങൾ അത് നമുക്ക് കൊണ്ടുവരണം. അതിനാവശ്യമായ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടാവും. ആരിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാലും നമുക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ അതിവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നാടകീയമായ സംഭവങ്ങൾ. സ്ഥാനമൊഴിയാതെ താൽക്കാലിക ചുമതലയുള്ള DHS ഡോക്ടർ മീനാക്ഷി സ്ഥലം മാറ്റ നടപടി സ്റ്റേ ചെയ്ത ട്രിബ്യൂണൽ ഉത്തരവുമായി KJ റീന എത്തിയെന്നാൽ നിലവിലെ DHS സ്ഥാനമൊഴിയാൻ തയ്യാറായില്ല. വൈകിട്ട് വരെ ഓഫീസിൽ തുടരുമെന്ന് ഡോക്ടർ റീന പ്രതികരിച്ചു. എബി ജോൺ തോമസ് ചേരുകയാണ് വിവരങ്ങളുമായി. എബി, ഇപ്പോഴും ഡോക്ടർ മീനാക്ഷി സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഡോക്ടർ റീന പറയുന്നത്?
ഡോക്ടർ റീന അല്പസമയം മുമ്പാണ് ഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം തിരിച്ചു വരും, ഇവിടെ തന്നെ വരേണ്ടതുണ്ട്, കാരണം തന്റെ ജോലി അതാണല്ലോ എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം തന്നെ ഡോക്ടർ മീനാക്ഷിയും അതേ നിലപാട് തന്നെ തുടരുകയാണ്. കാരണം സർക്കാരിന്റെ ഉത്തരവനുസരിച്ചാണ് താൻ ആ പദവിയിലിരിക്കുന്നത്, കസേരയിലിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ട്രിബ്യൂണലിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവ് ഇറക്കുകയോ അല്ലെങ്കിൽ ആ നടപടികളിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ കോടതി സമീപിക്കുന്ന നടപടികളിൽ സർക്കാർ പോവുകയും ചെയ്തു. കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ ഈ നില തന്നെ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനം കടുത്ത ഈ പകർച്ചവ്യാധി ഭീഷണിയിലേക്ക് നിൽക്കുന്ന ഘട്ടത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ തലപ്പത്ത് ഇങ്ങനെ ഒരു കസേരകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. സ്വപ്ന എബിയാണ് വിവരങ്ങളുമായി ചേർന്നത്. വീണയുടെ ലോക്കറിൽ ഇഡിയുടെ പരിശോധന തുടരുന്നു. CMRL മാസപ്പടി കേസിൽ വീണയുടെ ബാങ്ക് ലോക്കറിന്റെ പരിശോധന പൂർത്തിയായി. തിരുവനന്തപുരം MG റോഡിലെ HDFC ബാങ്കിലാണ് പരിശോധന നടത്തിയത്. എബി ഒരിക്കൽ കൂടി ചേരുകയാണ്. എബി, ഇപ്പോൾ പരിശോധനയെല്ലാം പൂർത്തിയായോ? വേണ്ടപ്പെട്ട രേഖകൾ ഇഡിക്ക് ലഭിച്ചുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് ഇഡി കടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിന് സമീപത്തുള്ള HDFC ബാങ്കിലാണ് വീണയുടെ ലോക്കർ ഉണ്ടായിരുന്നത്. ആ ലോക്കറിലാണ് ഇന്ന് ഇഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. നേരത്തെ ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയ ഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ആൾക്കൂട്ടമോ സംഗതികളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നതാണ് ഇന്നത്തെ ദൃശ്യങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. ഇതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം തന്നെ കൂടി ആലോചിച്ച് കൃത്യമായ രീതിയിൽ ഇനി വീണ്ടും ഒരിക്കൽ കൂടി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട്. സ്വപ്ന നൽകിയത്. നീറ്റ് UGC പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലഗ്രാമിന് ഏർപ്പെടുത്തിയ നിരോധനം ശരിവെച്ച ഡൽഹി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജിയെ തള്ളി. കേന്ദ്ര സർക്കാർ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന നിരീക്ഷണത്തിലാണ് കോടതി തീരുമാനം. ഈ മാസം 21-ന് നടക്കുന്ന പുനഃപരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം വിലയിരുത്തി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുൻപായി ടെലിഗ്രാമിന് ഏർപ്പെടുത്തിയ താൽക്കാലിക നിരോധനം ഈ മാസം 22 വരെ തുടരും. ടെലിഗ്രാം നിരോധനം ശരിവച്ച ഡൽഹി ഹൈക്കോടതി നിരോധനത്തിനെതിരെ ടെലിഗ്രാം നൽകിയ ഹർജി തള്ളി. ചോദ്യപേപ്പർ ചോർച്ചയോ പ്ലാറ്റ്ഫോമിന്റെ ദുരുപയോഗമോ ഉണ്ടാകാതിരിക്കാൻ നടപടി അത്യാവശ്യമാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അംഗീകരിച്ചുകൊണ്ട് കോടതി നടപടി. നിരോധന ഉത്തരവ് വ്യക്തമായ കാരണങ്ങളോടെയാണെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതി 2 ദിവസത്തെ വിശദമായ വാദം കേട്ടിരുന്നു. IT ആക്ടിന്റെ സെക്ഷൻ 69A പ്രകാരമുള്ള നടപടി ക്രമങ്ങൾ പാലിച്ചുകൊണ്ട് 5 ദിവസത്തേക്കായിരുന്നു ടെലിഗ്രാമിന് രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നിരോധന നടപടി ഏകപക്ഷീയമാണെന്നും കമ്പനിയെ കേൾക്കാതെയാണ് നിരോധനമെന്നുമാണ് ടെലിഗ്രാം ഹർജിയിൽ വാദിച്ചത്. അതേസമയം പരീക്ഷയ്ക്കുള്ള ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും വിലയിരുത്തി. നീറ്റ് പരീക്ഷയിൽ സുതാര്യതയും സുരക്ഷയും ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കശുവണ്ടി അഴിമതി കേസിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരായില്ലെങ്കിൽ അറസ്റ്റിന് ഉത്തരവ് നൽകുമെന്ന് കോടതി. തന്ത്രങ്ങൾ കോടതിയോട് വേണ്ടെന്നും നേരിട്ട് ഹാജരാകണമെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ ആവശ്യപ്പെട്ടു. കോടതിയലക്ഷ്യ കേസിലാണ് നടപടി. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ദക്ഷിണ കൊറിയയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയ മെക്സിക്കോ. 50-ാം മിനിറ്റിൽ ലൂയിസ് റൊമോയാണ് മെക്സിക്കോയുടെ വിജയഗോൾ നേടിയത്. 2 മത്സരങ്ങളിൽ 2 ജയങ്ങളുടെ 6 പോയിന്റുമായി മെക്സിക്കോ നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ USA ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 12:30-ക്കാണ് മത്സരം. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.